ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിലായി കേരളത്തിലെ ബിരുദ കോഴ്സുകളിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവാം. 2023-24 അധ്യയന വർഷത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളിലെയും മൊത്തം ബിരുദ കോഴ്സുകളുടെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് വെറും 63% മാത്രമാണ്. തെളിച്ചു പറഞ്ഞാൽ 37% സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ വർഷത്തേക്ക്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അധ്യയന വർഷം 2024-25 എത്തിയപ്പോൾ അത് 37 നിന്ന് 41% എത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ 59% സീറ്റുകൾ മാത്രമേ ഫില്ലായിട്ടുള്ളൂ. അത് വെറും സ്വാശ്രയ കോളേജുകൾ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാത്രമല്ല, എയ്ഡഡ് കോളേജുകളിലെയും ഗവൺമെന്റ് കോളേജുകളിലെയും പല കൺവെൻഷണൽ കോഴ്സുകളിലേക്കും കുട്ടികൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ബിരുദ കോഴ്സുകളിലേക്ക് വരാതിരിക്കുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഇതിനെന്താണ് പ്രതിവിധി എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ദുഷ്കരമായ ഒരു പ്രതിസന്ധി ഘട്ടമാണ് അത്. പ്രതിസന്ധി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പുതിയ കാലത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, പുതിയ കാലത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് പുതിയ കോഴ്സുകളെ ഫോം ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നതിലും കുട്ടികളുടെ ക്ഷമ പരീക്ഷിക്കുന്ന തരത്തിൽ 4 വർഷ ബിരുദ കോഴ്സ് എന്ന രീതിയിൽ മൊത്തത്തിൽ അവതരിപ്പിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഈ സർവകലാശാലയിലെയും കുട്ടികൾ, അവിടെ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമാണ് പോകുന്നത്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ഒരുപാട് കുട്ടികൾ ഒഴുകിപ്പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? മറ്റു പല കാരണങ്ങളും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 4 വർഷ ബിരുദ കോഴ്സ് എന്ന ഒരു എസ്റ്റാബ്ലിഷിംഗ് സ്റ്റൈലാണ് ഏറ്റവും പ്രധാനമായിട്ട് വിഷയമായത് എന്നാണ് തോന്നുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് 4 വർഷം, 3 വർഷത്തെ ബിരുദ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അവർ കഷ്ടപ്പെടുകയാണ്. +2 കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി കിട്ടിയാൽ അതിന് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന കുട്ടികൾ, അതിനപ്പുറം എങ്ങനെയെങ്കിലും ബിരുദമെങ്കിലും വേണമെന്ന രീതിയിൽ ഇതുവരെ ആലോചിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും പ്രധാനമായിട്ട് ടെൻഷൻ അടിച്ചത് 4 വർഷത്തെ ഡിഗ്രിക്ക് ചേർന്നിട്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ വേണ്ടി കഴിയില്ല, ഞാൻ നേരെ +2 കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ് അന്യ രാജ്യങ്ങളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ പോകാമെന്നാണ്. ഇതേ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് 4 വർഷ ബിരുദ കോഴ്സ് എന്നല്ല അവതരിപ്പിച്ചത്. അവർ 3 വർഷ ബിരുദമെന്നും 4 വർഷത്തിന്റെ ഹോണേഴ്സ് എന്നുമാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ഇവിടെയും ചെറിയ രീതിയിൽ മാറ്റങ്ങളോടുകൂടി കൺവെൻഷണൽ കോഴ്സുകളാണെങ്കിലും പുതിയ പുതിയ കോഴ്സുകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത് എന്നത് മറ്റൊരു കാര്യമാണെങ്കിലും, ഇവിടെയും കരിക്കുലം ഡിസൈനിങ്ങിൽ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇനി അടുത്ത വർഷം ഈ 41% എന്ന് പറയുന്നത് 50% വേക്കൻറ്റ് സീറ്റുകൾ എന്നോ അല്ലെങ്കിൽ 60% എന്നോ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. നമ്മൾ കരുതലോടെ, മുന്നൊരുക്കത്തോടെ പോയാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കൂ. കാരണം കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി പഠിച്ചാലും പ്രീ ഡിഗ്രി പഠിച്ചാലും അവരിപ്പോഴും പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്നത് അവരുടെ ഷോർട്ട് ടേം കോഴ്സുകളുടെ പലതിന്റെയും അടിസ്ഥാനത്തിലാണ്. അത് 6 മാസത്തെ അക്കൗണ്ടിങ് കോഴ്സ് ആവാം, അല്ലെങ്കിൽ 1 വർഷത്തെ GSTയോ വാറ്റ് കോഴ്സോ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൾട്ടിമീഡിയ ഡിസൈനിങ്ങോ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, ഷോർട്ട് ടേം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു പല സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ പോയി ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ 4 വർഷത്തെ കോഴ്സ് അവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് പലതരത്തിൽ ബാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിനു വേണ്ട നടപടികൾ നമ്മൾ മുന്നോട്ടെടുക്കണം എന്നാണ് എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്. അത് അംഗീകരിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാം, അല്ലാത്തവർക്ക് അവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി വിശകലനം ചെയ്യാം. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നല്ല രീതിയിലുള്ള ഒരു അധ്യയന വർഷം അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സൈനിങ് ഓഫ്.